ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കപ്പുറം അവർ നമ്മളോട് ചോദിച്ചേക്കാൾ ഉപരി നാം അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ആനന്ദമാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ചിന്തിച്ചാൽ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർ സ്വാതന്ത്ര്യത്തോടെ നമ്മോട് വന്ന് ചോദിക്കുകയും ചെയ്യും. എന്നാൽ മാനസികമായ കാഴ്ചപ്പാടിൽ നാം ചിന്തിച്ചാൽ ഇത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണുള്ളത്? നമ്മുടെ സമയം നഷ്ടമാകുന്നു. നമുക്ക് ഉപകാരമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നാം പരിശ്രമിക്കുന്നു. ആ സമയം യാതൊരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഈശോ ദൈവികമായി ചിന്തിച്ചു എന്ന് വേണം നാം കരുതാൻ. കാരണം അവൻ കല്ലേറ് ദൂരെ മാറി നമുക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടമാക്കി. മൂന്നാം നാൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഉദ്ധാനം ചെയ്തു. നമ്മുടെ അമ്മയായ വിശുദ്ധ മറിയം ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം നൽകുന്ന കൂലി എത്രയോ വലുതാണെന്ന് തിട്ടപ്പെടുത്താനാകുന്നതല്ല. ഈ നോമ്പുകാലത്ത് നമുക്കും അല്പദൂരം വിശാലതയിലേക്ക് സഞ്ചരിക്കാം. അർഹതയില്ലാഞ്ഞിട്ടും ആവോളം ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ച് നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോട് കരുണയിൽ വർത്തിക്കാം.